ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ അസാധ്യ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഒരു കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒത്തിരി പറയുന്ന പോലെ ഭയങ്കരമായ സ്റ്റെപ്സോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ട് 3-4 കാര്യങ്ങൾ നോക്കി വെച്ചാൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ ഉള്ളി സവാള ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളി നമുക്ക് ഏറെ ആവശ്യമാണ്, അതേപോലെ തന്നെ സവാളയും ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് നീളമുള്ളൊരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇല്ലാതെ ഈ ഒരു റെസിപ്പി പോസിബിൾ അല്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ ആദ്യമേ പച്ചക്കറി അരിഞ്ഞതൊക്കെ ഹെവി ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, വേറൊന്നുമല്ല. ഈ ഒരു കറിക്ക് പച്ചക്കറി എല്ലാം ആദ്യം അരിഞ്ഞ് വെക്കണതാണ് കേട്ടോ എളുപ്പം. അപ്പം അരിഞ്ഞിടാൻ പോവുകയാണെങ്കിൽ ലേറ്റായി പോകും. അപ്പോൾ സവാള മൊത്തം അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ചെറിയുള്ളി എടുത്ത് അത് നമുക്ക് വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് എടുക്കാം. ചെറിയുള്ളി ഇങ്ങനെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നീളത്തിൽ അരിയണേക്കാട്ടിയും. ഇനി നമുക്ക് വെളുത്തുള്ളി എടുക്കാം. അത് നമുക്കൊന്ന് ചതച്ച് ആണ് എടുക്കേണ്ടത്. സാധാരണ നമ്മൾ അരിയുന്ന പോലെയോ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണ പോലെയോ ഒന്നുമല്ല, ചതച്ച് എടുക്കണ ആ ഒരു ടേസ്റ്റ്. ഇഞ്ചിയും അതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് 3 വലിയ പച്ചമുളക് നമുക്ക് നടുവേ ഒന്നുകൂടെ കീറി 4 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം സൈസ്ഡ് ആണെങ്കിൽ 5 പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. മെയിനായിട്ട് വേണ്ടൊരു കാര്യമാണ് തേങ്ങ. അപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ചെറിയ ഡൈസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങക്കൊത്ത് വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിലൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കാണ് നമ്മളെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സവാള എടുത്ത് പകുതി സവാള ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ബാക്കി പകുതി അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതൊന്ന് 1/4 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. ഇഞ്ചി നമുക്ക് ചതച്ചത് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും നമുക്ക് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഗസ്റ്റിനൊക്കെ കൊടുക്കാനാണെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം. നമ്മൾ മല്ലിപ്പൊടി എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമ്മളൊരു 1.25 ടേബിൾ സ്പൂൺ വരെ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം, ഒത്തിരി വേണ്ട കേട്ടോ. നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്, ഒരു 3 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം തീരാറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുപ്പിയിൽ നിന്ന് ഡയറക്റ്റ്ലി അങ്ങ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഉള്ളതുകൊണ്ട് അത്രയും ഉപ്പ് വേണം. നമ്മൾ ഇനി ഈ കറിയിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലൊരു കുക്കർ എടുക്കാം. കാരണം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇടാതെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പം നല്ലൊരു കുക്കർ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 6 തൊട്ട് 7 വിസിൽ വരെ. അപ്പം നമുക്ക് ആ വിസിലിൻ്റെ ഇൻറ്റൻസിറ്റി കാണുമ്പോൾ മനസ്സിലാവും. എങ്ങനെ പോയാലും മിനിമം 6 വിസിലെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 വിസിൽ വെച്ചു. ഇനി നമുക്കൊരു ഗ്രൈൻഡർ ജാറ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി അടികട്ടിയുള്ളൊരു പാത്രം സിം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം. സാധാരണ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്, അതായത് നമ്മൾ വറുത്തിട്ട് പിന്നെ പൊടിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആദ്യം പൊടിച്ചിട്ട് പിന്നെ വറുത്തിട്ട് പിന്നെ ഒന്നുകൂടെ പൊടിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വറുത്തത് ഒന്ന് ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം പൊടിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതിൻ്റെ ബാക്കിയില്ലേ, ആ ബാലൻസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒന്ന് മൂത്ത് ഒരു 1-1.5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. മീൻവൈൽ നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് ഇങ്ങനെ വിസിൽ വരുന്നുണ്ട്. വെളുത്തുള്ളിയും കറിവേപ്പിലയും മൂത്ത് നമുക്കത് മാറ്റി വെക്കാം. ഇത് നമുക്ക് അവസാനത്തേക്കാണ് കേട്ടോ അത്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി മുഴുവനായി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളീൻ്റെ കാര്യത്തിൽ പിശുക്കരുത്, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നൊരു കാര്യമാണിത്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ഇത്തിരി കൂടുതലല്ലേ എന്ന് തോന്നും, പക്ഷേ ഈ ഒരു കറിക്ക് ഇത്രയും തേങ്ങാക്കൊത്ത് വേണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അതൊരു 6-7 മിനിറ്റ്
ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. മീൻ വൈൽ നമ്മുടെ പ്രഷറൊക്കെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ആവി പറക്കുന്ന ബീഫ്. അതേപോലെ നമുക്ക് ഇതിനൊക്കെ നോക്കുമ്പോൾ കുറേ ബ്രോത്ത്, അതായത് കുറേ വെള്ളം കാണും. ഇതൊക്കെ ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളിയും തേങ്ങയും കടുകും കൂടെ പൊട്ടിച്ച ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ കിച്ചണിൽ മാത്രമല്ല വീട്ടിലും നല്ല മണമാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിച്ച എണ്ണയും ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവുമാണ് കേട്ടോ. നമ്മൾ ഇനി ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് വറ്റിച്ച് എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടിച്ച് വെച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ ഒരു കൂട്ടിലിട്ടായിരുന്നു, എന്നാലും പക്ഷേ ഇതിൽ നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് പൊടിച്ചത് തന്നെ ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ബീഫ് കറി മതിയെങ്കിൽ ഇത് മതി. പക്ഷെ നമുക്ക് വേണ്ടത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വറ്റിക്കണം. അപ്പോൾ അതാ കുറച്ചുകൂടെ വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് വറ്റിക്കും തോറും ഇതിൻ്റെ കളർ ഡാർക്കാവും. ഇത് നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിലേക്ക് ബാക്കി ആ സവാളയിൽ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സവാള ഒന്ന് കുക്കാവണം. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെ എരിവിൻ്റെ അളവിൻ്റെ അനുസരിച്ച് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ച്. ഇപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയെക്കാട്ടിയും മല്ലിപ്പൊടിയാണ് ബീഫ് കറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബീഫ് റോസ്റ്റ് ആവട്ടെ, കറി ആവട്ടെ, ഫ്രൈ ആവട്ടെ, നമ്മളിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ആ ഒരു വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലേൻ്റെയും മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ അവസാനം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം. ജസ്റ്റ് അധിക സമയമൊന്നും വേണ്ട, കുറച്ച് ഒരു 5-6 മിനിറ്റൊക്കെ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡിയാണ്. ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഏതൊരു കറിയും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കൂട്ടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. നമ്മളൊരു 5 മിനിറ്റ് അടച്ചിട്ടുണ്ട്. ഇനി തുറക്കാം. നല്ല നേരത്തെ കാട്ടി കുറച്ചും കൂടി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.